വാണിയംകുളത്തെ അക്രമം. ഗുരുതരാവസ്ഥയിലുള്ള വിനേഷിനെ പരിചരിക്കുന്ന ന്യൂറോ സർജൻ ഡോക്ടർ ബിജു സി ജോസ് മാധ്യമങ്ങളെ കണ്ടു. വിനേഷിന്റെ തലച്ചോറിൽ തീവ്രമായ രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടറുടെ പ്രതികരണം. യുവാവ് ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ്. എൻ്റെ പേര് ഡോക്ടർ ബിജു സി ജോസ്, പി കെ ദാസ് ഹോസ്പിറ്റൽ ന്യൂറോ സർജൻ ആണ്. ഇവിടെ എൻ്റെ അണ്ടറിൽ ന്യൂറോ സർജറി ICUയിൽ വിനീഷ് എന്ന് പറഞ്ഞ വ്യക്തി 38 ഇയർ ഓൾഡ് മെയിൽ പേഷ്യൻ്റ് ആണ്, അഡ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ ആള് ഗുരുതരമായിട്ടുള്ള പരുക്കുണ്ടായിരുന്നു. CT സ്കാൻ ചെയ്തു. വലിയൊരു സബ്ഡ്യൂറൽ ഹെമറ്റോമ വിത്ത് മിഡ് ലൈൻ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ബ്രെയിനിൽ വലിയ ബ്ലീഡിംഗ് ആണ്, രക്തസ്രാവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ബ്രെയിൻ നല്ല കംപ്രസ്ഡ് ആയിരുന്നു. പേഷ്യൻ്റ് അത് കാരണം അൺകോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ CT സ്കാൻ ചെയ്തതിൽ ഈ ഫൈൻഡിങ്സ് ഒക്കെ കണ്ട കാരണം നമ്മൾ ഉടനെ എമർജൻസി ആയിട്ട് ക്രേനിയോട്ടമി ചെയ്തു. പേഷ്യൻ്റ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഹീസ് ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ. ഒരു 48 hours പിടിക്കും നമ്മൾ ഒരു കറക്റ്റ് ഒരു സ്ഥിതി പറയണമെങ്കിൽ. അറ്റ് പ്രസന്റ് ആള് വെന്റിലേറ്ററി സപ്പോർട്ടിലാണ്. അബോധാവസ്ഥ മറികടക്കാനായിട്ടില്ല. 48 മണിക്കൂർ നിർണായകമാണെന്ന് ഡോക്ടർ പറഞ്ഞു. പേഷ്യന്റ് വന്നപ്പോൾ തന്നെ വളരെ മോശമായിരുന്നു. അപ്പോൾ അത് കാരണമാണ് നമ്മൾ കാഷ്വാലിറ്റിയിൽ ഇൻറ്റുബേറ്റ് ചെയ്തു. പിന്നെയാണ് CT സ്കാൻ ചെയ്തത്. അപ്പോൾ വളരെ മോശമായ പേഷ്യൻസിനാണ് നമ്മൾ അപ്പോൾ തന്നെ ഇൻറ്റുബേറ്റ് ചെയ്ത് വെന്റിലേറ്ററിൽ ഇടുക. പിന്നെ സ്കാൻ ചെയ്തിട്ട് ഇത്ര വലിയ ബ്ലീഡിങ് ഉള്ള കാരണം നമ്മൾ ഉടനെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഹെഡ് ഇഞ്ചുറി ഇത്ര സിവിയർ ആണെങ്കിൽ പെട്ടെന്ന് പേഷ്യൻറ്റ് കോൺഷ്യസ് ആവില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെതായ ഒരു സമയം കൊടുക്കണം. ഇനിയൊരു 48 hours വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മൂർച്ചയുള്ള ആയുധം കൊണ്ട് അടിച്ചതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിലില്ല. ശരീരത്തിനുള്ള പരിക്കുകൾ നിലത്തു വീണത് മൂലം ഉണ്ടായതെന്ന് പറയാനും കഴിയില്ല. ചാൻസ് കുറവാണ്. കാരണം ഇപ്പോൾ താഴെ വീഴുകയാണെങ്കിൽ നമ്മുടെ ഫോറഹെഡിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലാണ് മുറിവ് വരിക. ഇത് വന്ന് ഈ കണ്ണിന്റെ ചുറ്റുമാണ്. കണ്ണ് വന്ന് നമുക്കറിയാലോ കുറച്ച് ഉള്ളിലാണ്. അപ്പോൾ താഴെ വീണിട്ട് വരാനുള്ള ചാൻസ് കുറവാണ്. അത് മാത്രമല്ല, ഒരാൾ നല്ല ബോധത്തിലുണ്ടെങ്കിൽ നമ്മൾ താഴെ വീഴുകയാണെങ്കിൽ അത് റിഫ്ലക്സ് ആക്ഷനിൽ കൈ കൊണ്ട് നമുക്ക് പിടിക്കാനോ അതൊക്കെ പറ്റും. പക്ഷെ ആ കൈയിന്റെ ഉള്ളിൽ ഇഞ്ചുറീസ് ഒന്നുമില്ല. ഇടത്തെ കണ്ണിന് ചുറ്റും കറുത്ത തടിപ്പുണ്ട്. ശരീരത്തിൽ ചിലയിടങ്ങളിൽ ചതവ്, കൈകളിൽ ഉൾപ്പെടെ നഖം കൊണ്ട് പാടുകൾ കാണാനുണ്ട്. കാര്യമായിട്ട് ഒന്നും ഈ ബ്രെയിൻ അല്ലാണ്ട് വേറെ എവിടെയും ഒരു മേജർ ഇഞ്ചുറീസ് കാണുന്നില്ല. പക്ഷെ ചെറിയ ചെറിയ ഇതുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് ആമിൽ വന്ന ഒരു ചതവ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റ് കണ്ണിന്റെ ചുറ്റിയും ഒരു കറുത്ത ഒരു പാട് കാണുന്നുണ്ട്. സോ ഓബ്വിയസ് ആയിട്ടുള്ള വലിയ മുറിവുകളൊന്നുമില്ല. സ്റ്റിച്ച് ഇടാനുള്ള മുറിവ് പുറത്തില്ല. പക്ഷെ എല്ലാം ഇന്റേണൽ ഇഞ്ചുറീസ് ആണ്. ശരീരത്തിന് പുറമേക്ക് കാണത്തക്ക വിധത്തിൽ വലിയ മുറിവുകളോ പരിക്കുകളോ ഇല്ല. തലക്കേറ്റ ആന്തരിക ക്ഷതമാണ് ഗുരുതരാവസ്ഥയ്ക്ക് കാരണം. നിലവിലെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടാലും കോമ സ്റ്റേജിൽ തുടരാനും സാധ്യതയുണ്ട്. 48 hours പിടിക്കും. കാരണം ഇപ്പോഴും ആള് വെന്റിലേറ്ററിലാണ്. നമ്മൾ ഒരു 24 hours കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ മിനിമം ഒരു 48 hours ഒക്കെ വേണ്ടി വരും. ആൾക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ്. ബട്ട് സ്റ്റിൽ ഹീസ് ക്രിട്ടിക്കൽ. നമ്മൾ സർജറി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ കുറച്ച് BP ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഇപ്പോൾ സ്റ്റേബിൾ ആണ്. ചാൻസസ് ആർ ദെയർ. പക്ഷെ പേഷ്യന്റ് യങ് ആണ്, ചെറുപ്പമാണ്. അപ്പൊ ചെറുപ്പക്കാർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ ഒരു ഇത് ഉണ്ട്. പിന്നെ നമ്മളിപ്പോ ഫേറ്റലിന് മാത്രമല്ല, ചിലപ്പോൾ ഇതിന്റെ ഇടയ്ക്കും ആവാം. ആള് ജീവിക്കും. ചിലപ്പോൾ ആളൊരു സെമി കോമ സ്റ്റേജിലോ അല്ലെങ്കിൽ കോമ സ്റ്റേജിലോ അങ്ങനെ കിടക്കാനും ചാൻസസ് ഉണ്ട്. ഡെത്ത് ആവാണ്ട് അങ്ങനെയും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആൾക്ക് ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ചിലപ്പോൾ ഇമ്പ്രൂവ്മെന്റും വരാം. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു. നിങ്ങൾക്കറിയാലോ, ഇന്നലെ പാതിരാത്രിയാണ് വന്നത്. അപ്പോൾ ഞാൻ സർജറി തുടങ്ങുമ്പോൾ ഏകദേശം 1:30-2 മണിയായി. അപ്പോൾ ആ രാത്രിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു. സർജറി കഴിഞ്ഞത് ഇന്നലെ ഒരു കാലത്ത് 6 മണിക്കാണ്. 2 മണി തൊട്ട് 6 മണി അറിയാലോ. അപ്പോൾ നമ്മൾ ഉടനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു. നമ്മുടെ ടീമും എമർജൻസി ടീമും ന്യൂറോ സർജിക്കൽ ടീമും നമ്മൾ പെട്ടെന്ന് ചെയ്തു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തില്ല. കാരണം ആളുടെ സ്ഥിതി വളരെ മോശമായ കാരണം നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ. ചുമ്മാ സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.